നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് പിന്നാലെ പിണറായി സത്തിനെതിരെ പാർട്ടിക്കകത്ത് തന്നെ വിമർശനം രൂക്ഷമാകുകയാണ്. പിണറായി വിജയന്റെ ഏകാധിപത്യ സമീപനവും പാർട്ടിക്കകത്തെ വ്യക്തിപൂജയുമാണ് ഇത്ര വലിയ ദയനീയ പരാജയത്തിന് കാരണം എന്ന വിമർശനമാണ് CPM-നകത്ത് തന്നെ ഇപ്പോൾ ഉയരുന്നത്. പിണറായി വിജയനും MV ഗോവിന്ദനും ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ കണ്ണൂരിൽ ഉൾപ്പെടെ ഫ്ലെക്സ് ബോർഡുകൾ വരെ ഉയർന്നതായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒപ്പം CPI-യിലും ഇപ്പോൾ പ്രശ്നങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. ബിനോയ് വിശ്വത്തിനെതിരെ ഒരു വിഭാഗം നേതാക്കൾ രംഗത്തെത്തുന്നു. രാജീവ് വിശദാംശങ്ങളുമായി ചേരുകയാണ്. രാജീവ്, ഇത് ഇങ്ങനെ പുകഞ്ഞ് നിൽക്കുകയായിരുന്നു. അതായത് പിണറായി സത്തിനെതിരെയുള്ള വലിയ വിമർശനം പാർട്ടിക്കകത്ത് തന്നെ നേരത്തെ ആരംഭിച്ചതാണ്. സുധാകരനും കുഞ്ഞികൃഷ്ണനും ഒക്കെ പാർട്ടി വിട്ടുപോയതിന്റെ അടിസ്ഥാന കാരണങ്ങൾ നമുക്കറിയാവുന്നതാണല്ലോ. ഇപ്പോഴിതാ തോറ്റു തുന്നം പാടിയിരിക്കുന്നു. ഇനിയിപ്പോൾ ഇതൊരു പൊട്ടിത്തെറിയിലേക്ക് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം പിണറായിക്കെതിരെ ബിനീഷ് കോടിയേരി പോലും ഇതാ ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. എന്താണ് ഇടതുമുന്നണിയിൽ സംഭവിക്കുന്നത്? പിണറായിക്കെതിരെ വലിയ വിമർശനം ഉയരുകയല്ലേ? ഗൗതം, 2001 വലിയ തിരിച്ചടിയാണ് നിലവിലിപ്പോൾ LDF സംസ്ഥാനത്ത് നേരിട്ടിരിക്കുന്നത്. 102 സീറ്റിലേക്ക് ജയിച്ചുകൊണ്ട് UDF അധികാരമുറപ്പിക്കുമ്പോൾ 35 സീറ്റിലേക്ക് CPM അടങ്ങുന്ന ഇടതുമുന്നണി ഒതുങ്ങുകയാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് CPM-ന്റെ ഒരു പതനമാണ്. വെറും 26 സീറ്റുകളിൽ മാത്രമാണ് CPM-ന് ജയിക്കാൻ കഴിഞ്ഞത്. 61 മണ്ഡലങ്ങളിൽ മത്സരിച്ചാണ് 26 സീറ്റുകളിൽ മാത്രമായി CPM ഒതുങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ CPI 25 മണ്ഡലങ്ങളിൽ മത്സരിച്ചതാണ്. 8 സീറ്റുകൾ മാത്രമാണ് CPIക്ക് നേടാനായത്. ഈ രീതിയിൽ ദയനീയ പരാജയം CPM-ഉം CPI-യും നേരിട്ടത്. അതിൽ തന്നെ ഭൂരിപക്ഷം മന്ത്രിമാരും തോറ്റു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. മാത്രമല്ല, ധർമ്മടത്ത് മുഖ്യമന്ത്രി പോലും കഷ്ടിച്ച് കടന്നുകൂടുന്ന അവസ്ഥയിലേക്ക് എത്തി. ആദ്യഘട്ടത്തിൽ 6 റൗണ്ട് എണ്ണിയപ്പോൾ പോലും മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്നിലേക്ക് പോകുന്നൊരു സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. മന്ത്രിമാരുടെ അവസ്ഥയും വളരെ ദയനീയമാണ്. പല വിജയിച്ച മണ്ഡലങ്ങളുടെ കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിലും കഷ്ടിച്ച് കടന്നുകൂടി എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് എത്തുന്നു. മാത്രമല്ല, CPM-ന്റെ ഉരുക്കുകോട്ട എന്നറിയപ്പെട്ടിരുന്ന സ്ഥലങ്ങളിൽ പോലും വലിയ പരാജയം CPM-ന് ഏറ്റുവാങ്ങേണ്ടി വന്നു. അത് കണ്ണൂരായാലും കൊല്ലം ജില്ലയായാലും വലിയ പരാജയമാണ് CPM-ന് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഉറച്ച സീറ്റുകളിൽ പോലും വിജയിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് എത്തി. CPM-ലെ ഉൾപാർട്ടി പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഇതിന് കാരണമായതായ വിലയിരുത്തലാണ് ആദ്യഘട്ടത്തിൽ CPM മുന്നോട്ട് വെച്ചതെങ്കിലും ഏറ്റവും പ്രധാനമായി നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏകാധിപത്യ ശൈലി തന്നെയാണ്. ആ ശൈലി മാറ്റണമെന്ന് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് തൊട്ടു പിന്നാലെ ആവശ്യം ഉയർന്നതാണ്. CPM നേതൃയോഗത്തിൽ തന്നെയായിരുന്നു ഇത്തരമൊരു ആവശ്യം ഉയർന്നത്. എന്നിട്ടും ആ ശൈലി മാറ്റാൻ പിണറായി വിജയൻ തയ്യാറായില്ല. അതാണ് ഇപ്പോഴത്തെ വലിയ തിരിച്ചടിക്ക് പ്രധാന കാരണമായത് എന്ന വിലയിരുത്തലാണ് CPM-ലെ ചില നേതാക്കളുള്ളത്. മാത്രമല്ല, കണ്ണൂർ ലോബിയുടെ ഒരു ഇടപെടൽ, കണ്ണൂരിലെ CPM നേതാക്കൾ മാത്രം ചേർന്നുകൊണ്ട് CPM-നെ സംസ്ഥാനത്തൊട്ടാകെ നിയന്ത്രിക്കുന്നു. അതിൽ എതിർപ്പുമായി ഒട്ടനവധി പേർ രാജിവെച്ചു പോകുന്ന സാഹചര്യമുണ്ടാകുന്നു. അതെല്ലാം CPM-ന് വലിയ തിരിച്ചടിയായി എന്ന വിലയിരുത്തൽ നിലവിൽ ഉയർന്നിട്ടുണ്ട്. മാത്രമല്ല, ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട വിവിധ ആരോപണങ്ങൾ ഉയരുമ്പോൾ ആ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു പ്രധാനമായും CPM നേതൃത്വം സ്വീകരിച്ചിരുന്നത്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും CPM-ന്റെ പത്തനംതിട്ടയിലെ പ്രമുഖ നേതാവുമായ പത്മകുമാർ ഈ കേസിൽ പ്രതിയാവുകയും അദ്ദേഹം ജയിലിൽ പോവുകയും ചെയ്ത സാഹചര്യത്തിൽ പോലും അദ്ദേഹത്തെ CPM-ന്റെ നേതൃപദവിയിൽ നിന്ന് മാറ്റാൻ തീരുമാനമെടുത്തിരുന്നു. അത്തരം കാര്യങ്ങളൊക്കെ തിരിച്ചടിയായി എന്ന വിലയിരുത്തലും CPM-ൽ ഉയരുന്നുണ്ട്. ഏതായാലും നാളെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്. പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പ് ഫലം ഇടകീറി പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത്. അതേസമയം തന്നെയാണ് CPI-ലും വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികളിലേക്ക് എത്തുന്നത്. ബിനോയ് വിശ്വം മാറണമെന്ന ആവശ്യം CPI-ക്കുള്ളിൽ വളരെ ശക്തമായി തന്നെ രാജീവ്, വ്യക്തമാണ്. പിണറായി സത്തിനെതിരെ വലിയ വിമർശനങ്ങളുമായി CPM-നകത്ത് തന്നെ ആളുകൾ രംഗത്തെത്തുകയാണ്. ഇതൊരു വലിയ പൊട്ടിത്തെറിയിലേക്ക് പാർട്ടിയെ കൊണ്ടെത്തിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. CPI-യിലും സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ ഇപ്പോൾ വിമർശനങ്ങൾ ഉയരുകയാണ്. നാളെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും ചേരുന്നുണ്ട് ഈ തോൽവിയെ പറ്റി പഠിക്കാൻ. രാജീവാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.